ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നല്ല ഓണാശംസകൾ നേരാണ്. ഹാപ്പി ഓണം ടു ഓൾ. ഇപ്പം നമുക്കറിയാം, അധികം അങ്ങനെ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും ചില സ്ഥലത്തൊക്കെ നല്ലോണം ആഘോഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഓണം എങ്ങനെ ഉണ്ടായി എന്ന് പറയണം. കാരണം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എല്ലാവരുടെയും ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഓണം, നിങ്ങൾ ആഘോഷിച്ചോ, എങ്ങനെ പറയണം കേട്ടോ. ഞാൻ രാവിലെ തന്നെ എണീറ്റു കേട്ടോ. ഒരു 4:30 4:45 ഞാൻ എണീറ്റു. നമ്മൾ 5 മണി കഴിഞ്ഞപ്പോഴാണ് നാളികേരം കൊട്ടാനായിട്ട് പോയത്. അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇന്നൊരു കുഞ്ഞു ഓണം വീഡിയോ എങ്ങനെയാണ്, ഞങ്ങളുടെ ഇവിടെ അങ്ങനെ അധികം ആഘോഷമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇവിടെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നാളികേരം കൊട്ടല്, പിന്നെ ജസ്റ്റ് ഒരു സദ്യ വെക്കല്, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇവിടെ ഇല്ല. ഞങ്ങളുടെ ഇവിടെ റെസിഡൻസിലൊക്കെ പരിപാടി ഉണ്ടാവാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് ഉത്രാട ദിനത്തിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരൂ. ഞാൻ ഇന്നലത്തെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് വരൂ കേട്ടോ. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഇന്ന് ഉത്രാടാണ്. അപ്പം നമ്മൾ പൂവിട്ട് തുടങ്ങാണ്. ഇന്ന് ഇത്തിരി ലേറ്റായി ഇടാൻ. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഇത്തിരി ലേറ്റായി. അപ്പോൾ നമ്മൾ ഇതേ പൂവിടാണ്. അപ്പോൾ പപ്പ ഇതേ പൂ കുറച്ചൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നന്നാക്കാണ് പൂ. എന്നിട്ട് നമ്മൾ ഇട്ട് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്രാടത്തിൻ്റെ അന്നം കൂടിയാണ് പൂക്കൾ ഇടുള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ പൂവിടും. എന്നിട്ട് ഓണത്തിൻ്റെ അന്ന് നമ്മൾ പൂവിടില്ല. അതിൻ്റെ അന്നാണ് കുറച്ച് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈ വ്ലോഗിൽ ഞാൻ ഒന്നുകൂടിയും കാണിച്ചു തരാം നാളെ ആകുമ്പോൾ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പൂവിടുന്ന കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പൂക്കളൊക്കെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കൂടാതെ വേറെ പൂക്കളും ഉണ്ട് കവറിൽ. നമ്മൾ പേപ്പറിലേക്ക് ഇത്ര പൂക്കളാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പൂക്കളം ഇട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ വേറെ ഏതൊക്കെയോ പൂ നന്നാക്കാണ്. അപ്പോൾ ഞാൻ നന്നാക്കിയ പൂ വെച്ചിട്ട് ഞാൻ ഇട്ട് തുടങ്ങാമെന്ന്. അപ്പോൾ ഞാൻ പപ്പേനും കൂടി വിളിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെമ്പരത്തി പൂ വെച്ചു. നമ്മുടെ ചെമ്പരത്തി ഞാൻ ആദ്യം വിചാരിച്ചു വെക്കേണ്ടതെന്ന്. പിന്നെ അതൊരു നല്ല ചെടിയാണല്ലോ, പൂവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അവിടെ വീടിൻ്റെ അടുത്ത് ആരൊക്കെയോ ഇങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പൂക്കളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ പൂവിട്ട് തുടങ്ങിയിട്ടോ. ഞാനും പപ്പയും കൂടിയാണ് ഇട്ടത്. ഇതിൻ്റെ കാര്യം ഒരു കോമഡി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഒരു താമരമൊട്ട് പോലത്തെ ഡിസൈനൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് അങ്ങനെ നമ്മൾ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊരു പൂമ്പാറ്റ പോലെയായി. അപ്പം ഞാൻ അതിന് ഇതൊക്കെ കുറച്ചും കൂടി അതിന് ഒരു പൂമ്പാറ്റ രൂപത്തിൽ ഡെക്കറേറ്റ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പം ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതെൻ്റെ ഡിസൈനായിരുന്നു ഗൈസ്, പൂമ്പാറ്റ. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും ദിവസം ഇട്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നിട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ പറയണം കേട്ടോ. നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് ഇങ്ങനെ വേണം കളം ഇടാൻ. അതായത് നമ്മുടെ പടിക്ക് പുറത്തും കൂടി ഇടണം.
ഇതിപ്പോൾ വൈകുന്നേരമായിട്ടോ. അപ്പോൾ നമ്മൾ തൃക്കാക്കരപ്പന ഇങ്ങനെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. നമ്മൾ എല്ലാ കൊല്ലവും ഉപയോഗിക്കാറുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുള്ള തൃക്കാക്കരപ്പനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ തൃക്കാക്കരപ്പനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കണ പോലെ ഒന്ന് കഴുകിയിട്ട് വൃത്തിയായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഉത്രാടത്തിൻ്റെ അന്ന് തന്നെയാണ് 9:30. ബൈ ദ വേ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അട ഉണ്ടാക്കാണ്. പൂവടയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ നാളികേരൊക്കെ കൊട്ടുമല്ലോ, അതായത് മഹാബലി തമ്പുരാനെ വരവേൽക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്യും. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ആ സമയത്ത് വെക്കാനായിട്ട് പൂവട ഉണ്ടാക്കാണ്. പിന്നെ നമ്മുടെ ഓണത്തിന്റെ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഇത് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാം. അപ്പം ഞാനും പപ്പയും കൂടിയാണ് എല്ലാ പ്രാവശ്യവും ഇത് ഉണ്ടാക്കാറുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന്റെ പ്രിപ്പറേഷൻ. അതിനെന്തൊക്കെയാണ് വേണ്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചിരികണം. അപ്പം നമുക്കത് ചെയ്യാം കേട്ടോ. ഗൈസ്, നമ്മൾ പുതിയതായിട്ട് മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഭയങ്കര ക്വാളിറ്റി ഉള്ള മൈക്കൊന്നല്ല, ഇത്തിരി ഭയങ്കര നമ്മൾ സാധാരണ കാണുന്ന ക്വാളിറ്റി ഉള്ള മൈക്കൊന്നല്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് ട്രയലിന് വേണ്ടി വാങ്ങിച്ചു നോക്കിയതാണ്. നല്ല വിലക്കുറവുള്ള മൈക്കാണ്. അപ്പോൾ നമുക്ക് ഇനി മൈക്ക് വെച്ചൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയിട്ടുണ്ട്. അതായത് 2 മുറി തേങ്ങയാണ് നമ്മൾ ചിരകിയേക്കുന്നത്. പപ്പ അവിടെ ശർക്കര ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഇത് ഏലക്കായാണ്. അപ്പോൾ ഇതിൻ്റെ തൊണ്ട് കളഞ്ഞ് വെക്കാം. ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും. ഇതിപ്പോൾ ഒരു ചെരുവത്തിലേക്ക് നമ്മൾ 3/4 കിലോ അരിപ്പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. നമ്മളുടെ ഒരു കണക്കനുസരിച്ച് നമ്മൾ ഇത്രയാണ് എടുക്കാറ്. ഇനിയും നിങ്ങൾക്ക് കൂടുതലൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 കിലോ അരിപ്പൊടി, അതുപോലെ തന്നെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തേക്കാണ്. കാരണം ശർക്കര നമ്മൾ ഇതിലേക്കാണ് ഇട്ടേക്കണത്. അപ്പം അതുകൊണ്ടാണ് അരിപ്പൊടി മാത്രമായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റാതെ ഞാൻ അതിന് മുമ്പ് എടുക്കാൻ മറന്നു. അപ്പോൾ കണക്കനുസരിച്ച് 3/4 കിലോ അരിപ്പൊടിക്ക് 1/2 കിലോ ശർക്കര. ആൻഡ് നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ശർക്കര ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ കണക്ക് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ 2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് നമ്മുടെ തുമ്പപ്പൂവാണ്. നമ്മളിവിടെ തുമ്പക്കുടം വെക്കാറുണ്ട് നാളെ. അപ്പം അതിൽ നിന്ന് തുമ്പപ്പൂ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പൂവട എന്നാണല്ലോ പറയണത്. അപ്പം തുമ്പപ്പൂ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏലക്ക പൊടിച്ചതല്ല, ഏലക്ക തൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ അത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഏലക്ക തൊണ്ട് കളഞ്ഞിട്ട് കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊടിക്കണം. ഇപ്പം നമുക്ക് മറ്റേ ഇപ്പോഴത്തെ ഒരു സംഭവമില്ലേ ഇങ്ങനെ പൊടിക്കണേ, അതുണ്ടെങ്കിൽ അതായാലും പൊടിക്കാം. നമ്മുടെ കയ്യിൽ അതില്ല. അപ്പം നമ്മളിങ്ങനെ ഗ്ലാസ് വെച്ചിട്ടായിരുന്നു പൊടിച്ചത്. എന്തിയാ ഉള്ള കാര്യം പറയണ്ടേ, നമ്മുടെ കയ്യിൽ അതില്ലല്ലോ. നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പൊ ഇടാണ് കേട്ടോ. ആ ബൗൾ ഇതിടാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് കൈ കഴുകണം. കാരണം നമ്മൾ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്, സ്പൂണ് വെച്ചിട്ടൊന്നും അല്ല കേട്ടോ മിക്സ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് തേങ്ങ ഇടണം. അയ്യോ, തേങ്ങയുടെ ഒരു കുത്ത് പോയി. തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ലൈക്ക് കുറച്ച് വെള്ളം
നമ്മൾ ഒഴിച്ചൊഴിച്ച് അങ്ങനെ വേണം മിക്സ് ചെയ്യാൻ. അപ്പൊ നമ്മൾ കുറേ വെള്ളം ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. അപ്പൊ ഭയങ്കര നമുക്ക് അതിന്റെ ലെവല് മനസ്സിലാവില്ല. നമ്മൾ മിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ അടിച്ച് ഒഴിച്ചൊഴിച്ച് പോകണം. എന്നാലേ നമുക്ക് അതിന്റെ പാകം മനസ്സിലാവുള്ളൂ കേട്ടോ. വെള്ളം ഒഴിക്കാം കേട്ടോ ഗൈസ്. എന്റെ കയ്യിൽ ഇതായത് കൊണ്ട് എനിക്കിതിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ പപ്പ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഗൈസ്, അപ്പം ഇങ്ങനെയാണ് കുഴക്കേണ്ടത്. വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേയും ഒഴിക്കരുത്. കുഴച്ച് വരുമ്പോൾ നമ്മൾ കുറച്ചീശെ ഒഴിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അളവും ആ ഒരു കൺസിസ്റ്റൻസി തെറ്റിപ്പോകും. പിന്നെ എല്ലാവരും ഈ രീതിയിലാണോ അട ഉണ്ടാക്കാന്ന് അറിയില്ല. നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഗൈസ്, അപ്പൊ നമ്മുടെ അടയുടെ ഇതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇലയിലേക്ക് ഇത് മാറ്റണം. മാറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും അത് വേവിക്കണം. അപ്പോൾ കാരണം ഇപ്പൊ തന്നെ നമ്മൾ എന്താ വേവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 5 മണിയൊക്കെ ആവുന്ന സമയത്താണ് നാളികേരം കൂട്ടുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇത് എടുത്തു വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ അത് വേവിക്കുന്നത്. രാത്രി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഐസ്ക്രീം കഴിക്കുകയാണേ. കുറച്ച് മെൽറ്റായിപ്പോയി. വാനിലയാണ് നമുക്ക്. കാരണം ഞാനിന്ന് ഫുഡ് കഴിച്ചില്ല രാത്രി. അപ്പോൾ ഈ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പോയി കിടന്നുറങ്ങാം. അപ്പം ഇനി നാളെ കാണാം. അപ്പം എല്ലാവരും ഉത്രാട ദിനത്തിലെ വീഡിയോസ് ഒക്കെ കണ്ടുല്ലോ. പൂക്കളം ഇടണതും അട ഉണ്ടാക്കണതും എല്ലാം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോസിലേക്ക് പോയാലോ. അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ എണീറ്റിട്ട് നാളികേരം കൊട്ടിന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാട്ടോ. പിന്നെ അങ്ങനെ തുടർന്ന് ഇന്നൊരു ദിവസം കാണിച്ചു തരാം. വലിയ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇവിടെ ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ സദ്യ കഴിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതേ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പപ്പ വിളക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് എൻ്റെ കഴിഞ്ഞ ഓണം വ്ലോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് അത് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് ആ വീഡിയോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം അല്ലെങ്കിൽ കേൾക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം കേട്ടോ ചാനൽ. അപ്പോൾ അതേ നമ്മൾ ആദ്യം തന്നെ ഓണത്തപ്പനെ വെച്ചു. അതിന് ശേഷം നമ്മൾ തുമ്പക്കുടം വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ മാവ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് മാവ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് വെച്ച് അണിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം പപ്പയും അമ്മയും കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒന്നിനും അങ്ങോട്ട് ഇറങ്ങിയില്ലായിരുന്നു. കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യാണ് കേട്ടോ.
ഗൈസ് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഹാഫ് സാരി എടുത്തിട്ടു കേട്ടോ. കാരണം എന്തായാലും ഓണമല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഹാഫ് സാരി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ഫോട്ടോസ് എടുക്കാം കേട്ടോ. എവിടേക്കാണ് പോകണമെന്ന് എനിക്കറിയില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ പാടം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഫോട്ടോസ് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ അതും കൂടി അത് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ദേ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോവാണ്. ഓണവും വിഷു ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആചാരമാണ്. ഞാനും അച്ചും വന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കും. അപ്പുവാണ് എടുത്ത് തരാറ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ പറയായിരുന്നു നല്ല ഒഴുക്കുണ്ടെന്ന് ഈ ഒരു സൈഡിൽ. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസ് കണ്ടാൽ മനസ്സിലാവും ഇവിടെ തന്നെയാണ് നിൽക്കാറ്. അപ്പോൾ അതേ ആര്യൻ്റെ അച്ചുവിൻ്റെ ഫോട്ടോസ് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ ചിരിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചിരിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇവനിവിടെ നിൽക്കാൻ പേടിയാ ഗൈസ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയില്ല, കാരണം അവൻ വേണം ഫോട്ടോ എടുത്ത് തരാൻ. ഗൈസ് എന്തിനാ ചിരിക്കണേന്നറിയോ ഗൈസ്? ഇവിടെ ചിരിപ്പിക്കാൻ പറഞ്ഞു, ചിരിപ്പിച്ചു കഴിഞ്ഞപ്പോ നിർത്തണില്ല. അത് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ നിന്നു ഫോട്ടോസ് എടുക്കാനായിട്ട്. ഞാനവിടെ പേടിച്ച് വരച്ചാട്ടോ നിന്നേ. കാരണം ഇത്തിരി സ്ഥലമുള്ളൂ, പക്ഷെ അവിടെ നിന്നാൽ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ പിക്സ് കിട്ടും എന്നുള്ള രീതി ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ അതേ ഓരോ പോസൊക്കെ കാണിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. അടുത്തത് നിങ്ങൾ കാണുന്നത് അപ്പൂൻ്റെ ഡെഡിക്കേഷനാണ്. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നപ്പോൾ അവൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിലിറങ്ങി. അവൻ ആക്ച്വലി പേടിയായിരുന്നു, എന്നാലും അവൻ ഇറങ്ങി. എന്നിട്ട് അവൻ കയറിയത് ഒരു ടാസ്ക്കായിരുന്നു. അതിൻ്റെ വീഡിയോ പക്ഷേ എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ അതേ അവൻ ഫോട്ടോ എടുത്ത് തരാണ്. നിങ്ങൾ അപ്പൂൻ്റെ ഡെഡിക്കേഷൻ കാണണം ഗൈസ്. ഈ ഫ്രണ്ട് ക്യാമറ ഫോട്ടോ കിട്ടിയാണോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ സാരിയൊക്കെ മാറ്റി. മുല്ലപ്പൂ ഒന്നും അയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതേ സദ്യയിൽ എല്ലാ കറികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ടി വി വെച്ചേക്കണോണ്ട് എനിക്ക് ഡബ്ബ് ചെയ്യാനേ പറ്റുള്ളൂ, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡബ്ബ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഓരോ കറികൾ കാണിക്കുകയാണ്. കായ വറുത്തതുണ്ട്, ശർക്കര ഉപ്പേരി ഉണ്ട്, പിന്നെ അതുപോലെ 2 തരം അച്ചാർ, മാങ്ങ, നാരങ്ങ, പിന്നെ പുളിയിഞ്ചി, ഓലൻ, ക്യാബേജ്, കാളൻ, എരിശ്ശേരി, അവിയൽ, ചോറ്, സാമ്പാർ, പപ്പടം. പിന്നെ നമ്മൾ സേമിയ പായസമായിരുന്നു വെച്ച്. പായസം ഞാൻ അപ്പോൾ കുടിച്ചില്ലായിരുന്നു, കാരണം ഇപ്പം തന്നെ എനിക്ക് വയ്യായിരുന്നു, വയറുവേദനയായിരുന്നു. അപ്പോൾ നല്ല വയറുവേദനയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ ചിരിച്ച് കളിച്ച് അങ്ങനെ നിൽക്കണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഫുഡ് കാണിച്ചിട്ട് കഴിക്കുമ്പോൾ എൻ്റെ ഫേസ് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫേസിൻ്റെ അവിടേക്ക് വെച്ചതാണ്. അപ്പോൾ അതേ ഫുഡ് കഴിച്ചു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് പോസ്റ്റ് സദ്യ എഫക്റ്റ്, ഒരു പായസമൊക്കെ കുടിച്ച് കിടക്കുന്ന ഒരു ഇതാണെന്ന്. പക്ഷേ അല്ല കേട്ടോ, എനിക്ക് വയറുവേദന എടുത്തിട്ട് ഞാൻ കിടക്കുന്നതാണ്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നതാണ്, പക്ഷെ ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടായില്ല. കുറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കാണ് കേട്ടോ. എനിക്ക് മേക്കപ്പ് പോലും റിമൂവ് ചെയ്യാനുള്ള ഇതുണ്ടായില്ല, എന്താ പറയുക, ആവതുണ്ടായില്ല. അപ്പോൾ അതേ കിടക്കാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ. പിന്നെ ഞാനെടുത്ത കുറച്ച് ഫോട്ടോസ്, ഞാനെടുത്തതല്ല, എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയും ഒന്ന് ആഡ് ചെയ്യാം.